ഒരു NRI പേഷ്യൻ്റ് 40 വയസ്സുള്ള ഒരു യുവാവാണ്. അദ്ദേഹം 14 ദിവസം കൊണ്ട് ഒരു ബാക്ക് പെയിൻ ട്രീറ്റ്മെൻ്റ് എടുത്ത് സന്തോഷത്തോടെ തിരിച്ചു മടങ്ങിയ കഥയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി അധികം ഓഫീസ് ജോലിയാണ്, ഇരുന്ന് ജോലി ചെയ്യുക കാര്യങ്ങൾ. നെക്ക് പെയിൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലോവർ ബാക്ക് പെയിനും ഉണ്ട്. ലോവർ ബാക്ക് പെയിൻ ആണ് കൂടുതലും. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ അവർ കാണിച്ച് ഈ പറഞ്ഞ രീതിയിൽ MRI കാര്യങ്ങൾ എടുത്തപ്പോൾ ഡിസ്ക് ബൾജ് കാര്യങ്ങളുണ്ട്, സർജറി ആവശ്യമാണെന്നുള്ള രീതിയിൽ അവിടുന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഡോക്ടർ അനീഷ് സാർ അടങ്ങുന്ന പിന്നെ ഇൻ്റഗ്രേറ്റഡ് PMR ടീം അവരെ കൺസൾട്ട് ചെയ്യേണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവിടെ ന്യൂറോളജിക്കലി അങ്ങനെ ഡെഫിസിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളിക്ക് മസ്കുലോസ്കെലറ്റലായിട്ടുള്ള ഇഷ്യൂസ് തന്നെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു, മസിൽ ടൈംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പുള്ളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതേതോളം വേറെ ന്യൂറോളജിക്കൽ പ്രയാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, സർജറിയൊക്കെ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ പുള്ളി അഡ്മിഷന് തയ്യാറായി. പുള്ളി ഏകദേശം 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പുള്ളിക്ക് സിംറ്റമാറ്റിക്കലി പെയിൻ റിലീഫായി, പുള്ളി നല്ല ഹാപ്പിയായി. ഒരു 12 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ പൂർണ്ണമാവുന്നില്ല ചികിത്സ. ബാക്കി ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞ സ്പൈനിന് നട്ടെല്ലിനെ ആണെങ്കിലും മറ്റൊക്കെ പിടിച്ചു വെക്കുന്ന നമ്മുടെ മസിൽസ്, എസ്പെഷ്യലി ഈ പാരസ്പൈനൽ മസിൽസ്, അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മൾ പോസ്റ്റർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കോർ മസിൽസ്, ഈ കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുവിധം പിന്നെ വലിയൊരു ശതമാനം ആൾക്കാർ മിത്യതാണ് പെയിൻ മാറുമ്പോൾ അസുഖം മാറി എന്നുള്ള. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഈ പോസ്റ്റർ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, കോർ മസിൽസ് കാര്യങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം. മസിൽ സ്ട്രെങ്തനിങ് പ്രധാനമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ രീതിയിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതിന് സമയം എടുക്കും. മേ ബി 1 മന്ത് 2 മന്ത് സമയം എടുക്കും മസിലൊക്കെ സ്ട്രെങ്തായി കറക്റ്റായി വരാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് അത്രയും കാലം നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനില്ല എന്ന് പറയും. കുഴപ്പമില്ല, നമ്മൾ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങൾക്കിപ്പോൾ നിലവിൽ സിംറ്റമാറ്റിക് റിലീവ് കാര്യങ്ങളുണ്ട്, എക്സസൈസ് കാര്യങ്ങൾ നമ്മൾ ഹോം പ്രോഗ്രാമായിട്ട് തരും, അത് നിങ്ങൾ ചെയ്യുക, ബാക്കി നമ്മളോട് ഒരു മന്ത്ലി ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത്. പുള്ളി ഒരു നല്ല പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളി പറഞ്ഞ രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യും, എക്സസൈസ് കാര്യങ്ങൾ അദ്ദേഹം വീട്ടിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യും. ഒരു 1 മന്തിന് ശേഷം പുള്ളി കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. പുള്ളി വളരെ ഹാപ്പി ആയിട്ടാണ് ഫോളോ അപ്പ് ചെയ്തത്. കാരണം പുള്ളിയുടെ ആ പെയിന് ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയാം, പൂർണ്ണമായിട്ടും പെയിന് മാറി. കൂടാതെ പുള്ളിക്ക് പഴയതിലും എനർജറ്റിക് ആയിട്ട് ജോലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ എന്താ പറയുക, താങ്ക്സ് ഒക്കെ പറഞ്ഞ് പുള്ളി സാറിനൊക്കെ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്.